ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഷംസുദ്ദീൻ, വിദ്യാർത്ഥികൾക്ക് എന്തായാലും സന്തോഷമായി. അപ്പോൾ അവധി തീരുമാനം വന്നിരിക്കുന്നു അല്ലേ? രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ, അതെ, ഞങ്ങളിപ്പോ കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് ഫോണ് എടുത്താൽ മൊത്തം കുട്ടികളുടെ കോളാണ്. എന്നാ പിന്നെ നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നീ വെക്കി എന്നിട്ട് പിന്നെ വിളിക്കും. ഞാനോട് കുറച്ച് തിരക്കിലാണ്. ഓക്കെ, ശരി. സ്വന്തം തന്തയെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിട്ട് നീ ചുടലപ്പറമ്പിൽ കുത്തിയിരുന്ന് ആഘോഷിക്കും അല്ലടാ. 1000 പരം കോളുകളെങ്കിലും വന്നു കാണും. എടാ മുരളി, എന്തായടാ? അപ്പോ നാളെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒന്നാമത് കളി കഴിയുമ്പോഴേക്ക് പുലർച്ചെ 4 മണിയൊക്കെ ആവും. നിന്നെ കൊണ്ട് കിടന്ന് ചീത്തയാക്കണേ. ആശാനെ, ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. തലേ ഞങ്ങൾ ചീത്തയാക്കിയിട്ടില്ല. പ്രായത്തിനിണങ്ങാത്ത കുറെ പീക്കിരി പിള്ളേരുമായിട്ട് കൂട്ടുകൂടി നടക്കാനല്ലാതെ നിന്നെ പിന്നെ എന്തിനു കൊള്ളാം? അവന്മാരാ നിന്നെ ചീത്തയാക്കണേ. സ്കൂളും കോളേജും എല്ലാം അല്ലേ? കോളേജ് പിന്നെ പറയേണ്ടത് ഹയർ എഡ്യൂക്കേഷൻ ആണ്. അത് ഞാൻ മന്ത്രിയോട് ബന്ധപ്പെട്ടിരുന്നു. റോജി അത് പറയും. അത് ഇപ്പൊ പറയാൻ കഴിയില്ല. ജീവിതത്തിൽ 2ാമത്തെ പ്രാവശ്യം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടും. ആദ്യത്തെ ഏതായിരുന്നു? നീ കാണാൻ മാത്രമല്ല, നാളെ വേൾഡ് കപ്പ് കളിക്കാനും ഈ ഇന്നത്തെ കുട്ടികളുടെ തലമുറ എത്തുമ്പോ കഴിയണം. അതാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നം. സത്യം പറഞ്ഞിട്ടായി ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? മിനിസ്റ്റർ ഏതാ ടീം? ഞാൻ എന്റെ ടീം ആദ്യം തോറ്റുപോയി. ഞാൻ ബ്രസീലാ. നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. അപ്പൊ ഞാനിന്ന് ഇന്നലത്തോട്ടെ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. ആ മുഖ്യമന്ത്രി 100% ഓക്കെ.